ഷിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇന്നേക്ക് 2 വർഷം. കുത്തിയൊലിച്ച മണ്ണിനൊപ്പം പുഴയുടെ ആഴങ്ങളിലേക്ക് പതിച്ച് ജീവൻ നഷ്ടപ്പെട്ട അർജുൻ മലയാളികളുടെ മനസ്സിൽ ഇന്നും തീരാ നോവാണ്. അർജുന് വേണ്ടി സ്വന്തം കൂടപ്പിറപ്പിനെ എന്നോണം നാടൊരുമിച്ച രാജ്യം കണ്ട ഏറ്റവും വലിയ രക്ഷാദൗത്യമാണ് അന്ന് നടന്നത്. 72 ദിവസങ്ങൾക്ക് ശേഷം ഗംഗാവലി പുഴയിലെ ലോറിയിൽ നിന്നാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. മലയാളികളെ ദിവസങ്ങളോളം സങ്കടത്തിലാക്കിയ ഷിരൂർ ദുരന്തത്തിന് ഇന്നേക്ക് 2 വർഷം തികയുന്നു. 2024 ജൂലൈ 16 ഷിരൂരിലെ മണ്ണിടിച്ചിലിലാണ് കോഴിക്കോട് കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ അർജുനെ കാണാതായത്. മലയാളികൾ ഒന്നടങ്കം ഉറക്കമില്ലാതെ കാത്തിരുന്ന 72 ദിവസങ്ങൾക്കൊടുവിൽ അർജുന്റെ ലോറിയും മൃതദേഹവും സെപ്റ്റംബർ 25 വൈകിട്ടോടെയാണ് ഗംഗാവലി പുഴയിലെ ലോറിയിൽ നിന്നും കണ്ടെത്തിയത്. കർണാടക ഷിരൂരിലെ ദേശീയപാത 66-ൽ 2024 ജൂലൈ 16 രാവിലെ 8:15 ദുരന്തമുണ്ടായത്. മണ്ണും പാറയും ചെളിയും ദേശീയപാതയിലേക്ക് ഇരച്ചെത്തി. ഒരു ചായക്കടയും സമീപത്തെ വീടുകളും തകർന്നു. മലയാളി ഡ്രൈവറായ അർജുൻ ഉൾപ്പെടെ നിരവധി പേരെയാണ് അന്ന് കാണാതായത്. തുടർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും മഴ വലിയ തടസ്സമായി. 3 ഘട്ടങ്ങളിലായിരുന്നു തിരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ സജീവമായി രംഗത്തെത്തി. തിരച്ചിൽ പേരിന് മാത്രമേയുള്ളൂവെന്ന് അർജുന്റെ ബന്ധുക്കൾ ആരോപിച്ചതോടെ NDRFും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും തിരച്ചിലിനായി എത്തി. ഇവർ തിരഞ്ഞിട്ടും ശ്രമങ്ങൾ വിഫലമായി. ജൂലൈ 20 പുഴയിൽ സോണാർ റഡാർ പരിശോധനകൾ നടത്തി. ജൂലൈ 25 തിരച്ചിലിന് മലയാളി മേജർ ജനറൽ M ഇന്ദ്രബാലനും സംഘവും എത്തി. ജൂലൈ 27 സന്നദ്ധ പ്രവർത്തകൻ ഈശ്വർ മൽപേയും സംഘവും തിരച്ചിലിന് എത്തി. ജൂലൈ 28 ദൗത്യം താൽക്കാലികമായി നിർത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ദൗത്യം തുടരുമെന്ന അറിയിപ്പ് വരുന്നു. പല വാഹനങ്ങളുടെയും ഹൈഡ്രോളിക് ജാക്കിയും മറ്റ് ഭാഗങ്ങളും കിട്ടിയെങ്കിലും അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കുവാൻ സാധിച്ചില്ല. തിരച്ചിലിന്റെ 2ാം ഘട്ടം ഓഗസ്റ്റ് 13 ആരംഭിച്ചത്. ഓഗസ്റ്റ് 14 നാവികസേന ലോറിയിലുണ്ടായിരുന്ന വടം കണ്ടെത്തി. തിരച്ചിലിന്റെ 3ാം ഘട്ടം സെപ്റ്റംബർ 20 ആരംഭിച്ചു. ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ ആരംഭിച്ചു. സെപ്റ്റംബർ 21 മറ്റൊരു ലോറിയുടെ സ്റ്റിയറിംഗ്, ക്ലച്ച്, ടയർ ഭാഗങ്ങൾ കണ്ടെത്തി. സെപ്റ്റംബർ 22 അധികൃതരുമായുള്ള തർക്കത്തെ തുടർന്ന് ഈശ്വർ മൽപേ തിരച്ചിൽ നിർത്തി. സെപ്റ്റംബർ 23 ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ വീണ്ടും തെരച്ചിൽ ആരംഭിച്ചു. ഒടുവിൽ 72 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ സെപ്റ്റംബർ 25 ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ പുഴയിൽ ലോറി കണ്ടെത്തി. ക്യാബിനിൽ അർജുന്റെ മൃതദേഹഭാഗങ്ങളും ഉണ്ടായിരുന്നു. ജൂലൈ 8 കുടുംബാംഗങ്ങളോട് യാത്ര പറഞ്ഞ് വീടിന്റെ പടിയിറങ്ങിപ്പോയ അർജുൻ 82 രാപ്പകലുകൾക്കിപ്പുറം സെപ്റ്റംബർ 28 വീട്ടുവളപ്പിൽ എരിഞ്ഞടങ്ങിയപ്പോൾ അനേകായിരങ്ങളാണ് യാത്ര പറയുവാനായി ഒഴുകിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.